പോലീസ് സേനയ്ക്കുള്ള കേന്ദ്ര ഫണ്ട് സംസ്ഥാനം വകമാറ്റി ചിലവഴിച്ചോ എന്ന് പരിശോധിക്കാനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലെത്തും. ഈ മാസം 25-നാണ് ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലെത്തുക. സംസ്ഥാനം ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകാത്തത് വീഴ്ചയാണെന്ന് കേന്ദ്രം വിലയിരുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ വരവ്. കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, പോലീസ് സേനയ്ക്കുള്ള കേന്ദ്ര ഫണ്ട് സംസ്ഥാനം വകമാറ്റി ചിലവഴിച്ചോ എന്ന് പരിശോധിക്കുന്നതിനായിട്ടാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലെത്തുന്നത്. കേന്ദ്രം ഇത്തരമൊരു നീക്കം നടത്തുന്നതിന്റെ കാരണം എന്തായിരിക്കാം? രോഹിണി, കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരള പോലീസും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിലും ആ സാമ്പത്തിക പ്രതിസന്ധി പിടിമുറുക്കുന്നു എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊപ്പം ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോലീസിന്റെ ആധുനികവൽക്കരണത്തിന് കേന്ദ്ര സർക്കാർ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ നൽകുന്നുണ്ട്. പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിനും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും ഉൾപ്പെടെയാണ് ഈ പണം ചെലവഴിക്കേണ്ടത്. മാത്രമല്ല, പോലീസ് സ്റ്റേഷനുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഈ കേന്ദ്ര സർക്കാർ പണം കൃത്യമായി നൽകുന്നുണ്ട്. എല്ലാ വർഷവും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും, കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യുന്നതിനായി പ്രത്യേക ഫണ്ട് ഈ മാവോയിസ്റ്റുകളുടെ ആക്രമണ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾക്കും നൽകുന്നുണ്ട്. അത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നില്ല എന്ന വിലയിരുത്തൽ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന തുക വകമാറ്റി ചെലവഴിക്കുന്നുവെന്ന വിമർശനവും വളരെ ശക്തമായി ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ തുക ഉപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ വർഷങ്ങൾക്ക് മുമ്പ് വാടകയ്ക്കെടുത്തത്. ഇതിനായി കോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന തുക ഒരു വശത്ത് വകമാറ്റി ചെലവഴിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായി ഉയരുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി നിരവധി തവണ ആവശ്യപ്പെട്ടതാണ്, പോലീസിന്റെ ആയുധങ്ങൾ കാലഹരണപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ പുതിയ ആയുധങ്ങൾ വാങ്ങണം. ഇതനുസരിച്ചുള്ള പ്രപ്പോസൽ പലതവണ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് നൽകിയിരുന്നെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായിട്ടില്ല. കുറഞ്ഞ അളവിൽ മാത്രം ഈ ആയുധങ്ങൾ വാങ്ങുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഈ വാഹനങ്ങളുടെ കാര്യമാണെങ്കിൽ, പോലീസ് സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാര്യമാണെങ്കിൽ കാലഹരണപ്പെട്ട വാഹനങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ഗതികേട് പോലീസിന് നിലവിലുണ്ട്. പോലീസ് സ്റ്റേഷനുകളിലെല്ലാം കാലഹരണപ്പെട്ട വാഹനങ്ങളാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 15 വർഷത്തിനും അപ്പുറം കാലഹരണപ്പെട്ട വാഹനങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ഗതികേട് കൂടി പോലീസിന് ഉണ്ട്. ഈ വാഹനങ്ങൾ മാറ്റി വാങ്ങണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് മുന്നിൽ വെച്ചെങ്കിലും അതൊന്നും കാര്യമായ പ്രയോജനം ഉണ്ടാക്കിയിരുന്നില്ല. ഇതിനൊപ്പമാണ് ഇന്ധനക്ഷാമവും പോലീസിൽ പിടിമുറുക്കിയത്. നേരത്തെ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോയി ഒടുവിൽ ഇന്ധനം തീർന്ന വാഹനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി. പമ്പുടമകൾ ഇനി പോലീസിന് ഇന്ധനം നൽകില്ല എന്ന നിലപാടെടുക്കേണ്ട സാഹചര്യവും കേരള പോലീസിന് മാത്രമായി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. കേന്ദ്ര സർക്കാർ കൃത്യമായി പണം നൽകുമ്പോൾ, അതായത് പോലീസിൻ്റെ ആധുനികവൽക്കരണത്തിന് കേന്ദ്ര സർക്കാർ കൃത്യമായി പണം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു ഗതികേട് സംസ്ഥാന പോലീസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതുപോലെ കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പണം നൽകുന്നില്ല എന്നൊരു നിലപാട് പോലീസിൻ്റെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു. ഇത് ശരിയല്ല എന്നാണ് നിലവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ പണം നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നം, ഈ കേന്ദ്രം നൽകുന്ന പണത്തിനുള്ള ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് ഇതുവരെ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടില്ല. അതായത് കേന്ദ്ര സർക്കാർ ഒരു ആവശ്യത്തിന് പണം നൽകുമ്പോൾ, മാവോയിസ്റ്റുകളെ അമർച്ചിക്കാനാണ് പണം നൽകുന്നതെങ്കിൽ ആ തുക എങ്ങനെ ഉപയോഗിച്ചു എന്നതിൻ്റെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന് തിരികെ നൽകണം. പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതെങ്കിൽ, പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതെങ്കിൽ, അതായത് ഏത് ഉപയോഗത്തിനാണോ കേന്ദ്ര സർക്കാർ പണം നൽകുന്നത് ആ ഉപയോഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര ഫണ്ട് ഇനി കൂടുതൽ അനുവദിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഇത് ഈ കാരണം കൊണ്ട് മാത്രമാണ്, കേരളം മാത്രമാണ് ഇക്കാര്യത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് സംസ്ഥാനത്തേക്ക് എത്തുന്നത്. ഈ മാസം 25-ന് അദ്ദേഹം സംസ്ഥാനത്ത് എത്തും. സംസ്ഥാന പോലീസ് മേധാവി, അതുപോലെ തന്നെ ജയിൽ മേധാവി, അഗ്നിശമന സേനാ മേധാവി എന്നിവരെ അദ്ദേഹം കാണുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയുമായും പ്രത്യേകമായി കൂടിക്കാഴ്ച നടത്തും. ഈ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ചയ്ക്ക് വരും. നിലവിൽ പോലീസ് മാത്രമല്ല ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ജയിൽ വകുപ്പും അതുപോലെ തന്നെ അഗ്നിശമന സേനയും ഒക്കെ ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ധനവകുപ്പിനോട് പണം ആവശ്യപ്പെടുമ്പോൾ ഈ വകുപ്പുകൾക്കൊന്നും നിലവിൽ ധനവകുപ്പ് പണം അനുവദിക്കാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് പോലും കൃത്യമായി പണം നൽകാൻ ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാർ കൃത്യമായി ഇതിനും പണം അനുവദിച്ചിരുന്നു. ഇതിൻ്റെയെല്ലാം കണക്കുകൾ നേരത്തെ തന്നെ നൽകിയതുമാണ്. പക്ഷേ ഇക്കാര്യത്തിലെല്ലാം ഗുരുതരമായ വീഴ്ച സംസ്ഥാന സർക്കാർ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് കേരളത്തിലേക്ക് എത്തുന്നതും ഈ വിഷയങ്ങളിൽ പ്രത്യേകമായി ചർച്ച നടത്തുന്നതും. രോഹിണി.
ശരി രാജീവ്. പോലീസ് സേനയ്ക്കുള്ള കേന്ദ്ര ഫണ്ട് സംസ്ഥാനം വകമാറ്റി ചിലവഴിച്ചോ എന്ന് പരിശോധിക്കാനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലെത്തും. ഈ മാസം 25-നാണ് ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലെത്തുക. സംസ്ഥാനം ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകാത്തത് വീഴ്ചയാണെന്ന് കേന്ദ്രം വിലയിരുത്തിയിരുന്നു. ആർ രാജീവാണ് വിവരങ്ങൾ നൽകിയത്.